എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പുക്കുട്ടൻ്റെ ഈ കളികളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് കളി തുടങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഹനുമാൻ കൈൻഡിൻ്റെ റാപ്പ് സോങ് ഒക്കെ കുട്ടിക്ക് വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്തോ എനിക്കങ്ങനെ പെട്ടെന്ന് തോന്നി. പക്ഷേ ആളതിനൊന്നും നിന്നില്ല. അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ തെളിയിച്ചു അവൻ അമ്മമ്മേൻ്റെ കുട്ടിയായിരുന്നു. ഒരു മെലഡി വെച്ച് കൊടുത്തപ്പം അത് അവൻ നല്ല ആസ്വദിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ അമ്മ പറയുമായിരുന്നു, അവന് മെലഡിയാണ് ഇഷ്ടം, അവനിങ്ങനെ ഭയങ്കര നീ പറയുന്ന പോലത്തെ പാട്ട് നിൻ്റെ ടേസ്റ്റൊന്നും അല്ല അവന് മെലഡി സോങ്സ് ഇഷ്ടം അവനത് ആസ്വദിക്കും എന്നൊക്കെ. കുട്ടിയെ നന്നായിട്ട് ആസ്വദിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ചുകൂടി ADR കളക്ട് ചെയ്യാനുണ്ട്. 17 എങ്ങാണ്ടാണ് ടാർഗറ്റ്. ബട്ട് ഞാൻ അത്രയും കളക്ട് ചെയ്തിട്ടില്ല. അപ്പം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഒരു കളി, അത് പതിവാണ്. അപ്പം ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കിയേ? ഇന്ന് അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഇതാണ് അവൻ്റെ റാപ്പ് സോങ് ഇട്ട് കൊടുത്തപ്പോഴുള്ള റിയാക്ഷൻ. അവന് പേടിയാണ്. ഭയങ്കര ഒച്ച കേട്ടപ്പം, ആൾ കേൾക്കാത്ത സൗണ്ട് ഭയങ്കരമായിട്ട് കേട്ടപ്പം ആൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അല്ലാതെ ആസ്വദിക്കായി ഒന്നുമില്ല, അവൻ ആസ്വദിക്കും. അങ്ങനെ അമ്പുക്കുട്ടനും ഞാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ഉപ്പുമാവൊക്കെ കഴിച്ച് അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനിവിടെ പോവാണ്, ഹോസ്പിറ്റലിൽ പോവാണ്. ഞാൻ പോകുമ്പം ആൾക്ക് കുറച്ച് ഒരു വിഷമമൊക്കെ ഉണ്ടാവും. വിഷമമല്ല, ഒരു കരച്ചിലും വീഴ്ചലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ആളെന്നെ മറന്നിട്ടുണ്ടാവും. പിന്നെ ഒന്ന് സെറ്റായി വരണം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കിയപ്പം റിക്ഷ വെയിറ്റ് ചെയ്ത് നിന്നപ്പം ഇന്ന് നോക്കിയിട്ട് എന്താണ് ഞാൻ ലേറ്റ് പോയി, അതുകൊണ്ട് തന്നെ റിക്ഷ കിട്ടുന്നില്ല. ആദ്യം ഒരു റിക്ഷ വന്നപ്പം അയാൾ അങ്ങോട്ടേക്കല്ല എന്ന് പറഞ്ഞു. അടുത്ത റിക്ഷ ഫുള്ളായിരുന്നു. പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് വേറെ റിക്ഷ കിട്ടിയത്. അപ്പം ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് മോട്ടിവേഷണൽ സാധനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടൊരു കഥയാണ്. ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പം പുള്ളി ഏത് ലോക്കാണെങ്കിലും, എത്ര വലിയ ലോക്കാണെങ്കിലും ആൾ പൊട്ടിക്കും. അതാണ് പുള്ളീൻ്റെ ഒരു കഴിവ്. അപ്പം എത്ര വലിയ ജയിലിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്താലും ആൾ പൊട്ടിക്കും. ആളതൊന്ന് കടന്നു വരും. അങ്ങനെ എനിക്ക് ഒരു സ്ഥലത്തേക്ക് അവരെ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സെക്യൂരിറ്റി പറഞ്ഞു, ഇന്ന് അയാൾ ലോക്ക് പൊട്ടിക്കില്ല എന്ന് പറയും. അപ്പം എല്ലാവരും പറയും, അതെങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാം, അയാൾ കഴിവ് തെളിയിച്ചാണ്, അയാൾ എല്ലാ ലോക്കും പൊട്ടിക്കുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങളൊരു സെക്യൂരിറ്റിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറയും. അപ്പോൾ അയാൾ പറയും, നിങ്ങൾക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ ആൾ അവിടേക്ക് വരുവാണ്. അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി വരിക. ആ സമയത്ത് ഈ സെക്യൂരിറ്റി കാണുമ്പോൾ പറയും, നിങ്ങൾക്ക് ഈ ലോക്ക് എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല, അത്രയും പിന്നെ ഭയങ്കരമായിട്ടുള്ള പൂട്ടാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓട്ടോ ഒക്കെ കിട്ടി ഞാൻ ഈ വഴിയാണ് ഞാൻ നൈബറിലേക്ക് പോകാറ്. ഇതാണ് പശ്മാൻ ചൗക്ക്. ഇവിടെ നിന്നാണ് ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങാറ്. ഇനി ഇവിടെ ഇറങ്ങി അടുത്ത ഓട്ടോ കിട്ടാൻ അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് വേണം വേറൊരു റിക്ഷയിൽ കയറിയിട്ട് വേണം നൈബറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കഥ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആ സെക്യൂരിറ്റി പറയും, നിങ്ങൾക്ക് പറ്റില്ല, വലിയ പൂട്ടാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആൾ വിചാരിക്കും, അതെന്താ അയാൾ അങ്ങനെ പറയാൻ കാരണം, എന്താണ് ഈ പൂട്ടിൽ ഇത്രമാത്രം ഉള്ളത്, എന്താ ഇത്രയുള്ള സ്പെഷ്യാലിറ്റി, എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിക്കും. അങ്ങനെ അയാൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകും. 5 മിനിറ്റ് കഴിയും, 10 മിനിറ്റ് കഴിയും, 15 മിനിറ്റ് കഴിയും, അരമണിക്കൂറാവും. ഇയാൾക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇയാളെ ലോക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ലാസ്റ്റ് അയാളുടെ തോൽവി സമ്മതിക്കും. അങ്ങനെ എല്ലാവരും വിചാരിക്കും, ഇതെന്താ പറ്റിയെന്ന് വിചാരിക്കും. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ്, ഞാൻ ഇന്ന് അബ്സ്ട്രാക്ട് ചെയ്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വലി അവിടെ ലോക്ക് ചെയ്തിട്ടില്ല, അത് പൂട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ആ ജയിൽ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും അയാൾക്കത് ഇതാക്കുന്നില്ല. പൂട്ടാത്തൊരു ജയിൽ എങ്ങനെ തുറക്കാൻ പറ്റും? പൂട്ടിയിട്ടില്ല, അപ്പോൾ അതെങ്ങനെ തുറക്കാൻ പറ്റും? അതുപോലെയാണ് നമ്മൾ പലതും ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങനെ കുറേ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ഇയാൾ ചോദിച്ചു എവിടേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് നൈബറിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ആളെന്നെ കൊണ്ടുപോയിട്ട് ആ ഓട്ടോയിൽ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇരുത്തി കേട്ടോ. അപ്പോൾ ആൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, നൈബറിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കൊണ്ടുപോയി വിടത്തില്ല, പുറത്തേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. എല്ലാവരും ഒന്നും അവിടേക്ക് പോകാറില്ല. അല്ലെങ്കിലും അവിടെ ഈ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പം അവിടെ കുറേ ചേച്ചിമാർ, എംപ്ലോയീസ് ഉള്ളവർ പോകുന്ന സമയത്ത് മാത്രമേ വണ്ടി പോകാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നടന്നു തന്നെ പോകണം. അപ്പോൾ ഇന്നിവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു ചെറിയ മഴയൊക്കെ ആയിട്ടുള്ള ക്ലൈമറ്റാണ്.
ഇവിടെ മഴയായാലും വെയിലായാലും ഒക്കെ കണക്ക് തന്നെ ഒരുപോലെയാണ്. പക്ഷെ മഴയാകുമ്പം ആസ്വദിക്കാൻ ഒരു നല്ല രസമല്ലേ, മഴ നല്ലതല്ലേ. അപ്പം ചെറിയ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുക. എൻ്റെ വണ്ടി പോയോ എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന്, ഞാൻ ലേറ്റുമാണ്. പക്ഷെ പോയിട്ടുണ്ടാവില്ല, ഹോസ്റ്റൽ ബസ് എത്താൻ ലേറ്റ് ആവുന്നത് കൊണ്ട് ഇന്ന് ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പോകുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഞാൻ 8 മണിയായപ്പോൾ ഇറങ്ങി പോകുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല, പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. നല്ല മഴ, നല്ല ചെറിയ മഴ. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പം കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പിള്ളേർ, ഒരു പച്ചപ്പുള്ള സ്ഥലമുണ്ട്. ആ പച്ചപ്പുള്ള സ്ഥലത്ത് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടാവും. പിന്നെ ഒരു അമ്മമ്മയുണ്ട്, എപ്പോഴും ഞാൻ കാണുന്ന ഒരു അമ്മ. ആ അമ്മമ്മ ഒരു ചെറിയൊരു കുടിസല്ല, എങ്ങനെ പറയാം, ഒന്നുമില്ല, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു സ്ഥലത്ത് 2 പോത്തിനെ വളർത്തി ഇങ്ങനെ നിൽക്കുന്ന അമ്മമ്മയാണ്. ഞാൻ എപ്പോഴും കാണുന്നൊരു കാഴ്ച അതായിരുന്നു. പുല്ലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരു എന്താ പോത്തും അമ്മമ്മയൊക്കെ ഒരു റൂമിൽ അങ്ങനെ. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് കാണാറില്ല, എന്തായെന്നറിയത്തില്ല. അപ്പോൾ ഈ റൂട്ടിലൂടെയാണ് ഞാൻ നൈപ്പറിലേക്ക് പോവാറ്. നൈപ്പറിലേക്ക് പോകുന്നതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട്. പറഞ്ഞില്ലേ, ചില വണ്ടികൾ മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് പോകുക, അല്ലെങ്കിൽ നടക്കണം. ഞാൻ ഈ ധൃതി പിടിച്ച് നടന്ന് ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ച് ചെയ്യാനാണ്. പഞ്ച് ചെയ്തില്ലെങ്കിൽ സ്റ്റൈഫിൻ്റെ കട്ട്. അപ്പോൾ സ്റ്റൈഫിൻ്റെ കട്ടാവാതിരിക്കണമെങ്കിൽ പഞ്ച് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര ലക്കി ആയതുകൊണ്ട് ഇന്നവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അത് വിചാരിച്ചാണ് ഞാൻ ഈ ഓടി അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാൽ മതി, അവിടെ നിന്നിട്ട് ആ വണ്ടി വരുന്ന സമയത്ത് അതിൽ കയറിയാൽ മതി. ഇപ്പം ഞാൻ റിട്ടേൺ വീണ്ടും ഇതിൽ കൂടെ തന്നെ പോകണം, പഞ്ച് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പം വണ്ടി വന്നു, വണ്ടി കയറി. ആ യാത്ര എന്ന് വെച്ചാൽ 1.5 യാത്രയാണ്. അതായത് 1.5-2 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടി, ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പോണ വഴി നല്ല വഴിയാണ്. ഗംഗയൊക്കെ പാസ് ചെയ്ത് ഒരു വലിയൊരു ബ്രിഡ്ജൊക്കെ കടന്നിട്ട് പോകുന്നതാണ്. ഈ വണ്ടിയിൽ നിറയെ എന്താ പറയുക, കമ്പിക്കോലൊക്കെ കയറ്റി വെച്ചതുകൊണ്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കാണാൻ നല്ല രസമാണ്, നല്ല പച്ചപ്പും കുറേ വെള്ളമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ പോയി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റൽ കാണാൻ പറ്റില്ല, ക്യാൻസർ ഹോസ്പിറ്റലായതുകൊണ്ട് കാണാൻ വലിയ സുഖമുള്ള കാഴ്ചകളൊന്നും അവിടെ ഇല്ല. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ADR കളക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ വന്നിരുന്ന് എന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്ത്, കുറച്ച് ADR ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഒരു 5 മണി വരെ വെയിറ്റ് ചെയ്യണം. PhDസിന് വർക്കുള്ളതുകൊണ്ട് വേഗം പോകാൻ പറ്റില്ല, എല്ലാവരും എടുത്തിട്ടേ വേണ്ടി റിട്ടേൺ പോവുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പം ഒരു ആപ്പിൾ വെച്ച് ഞാൻ ഇന്നെൻ്റെ ലഞ്ചങ്ങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ആരോടെങ്കിലും സംസാരിക്കണം. അപ്പം ഞാൻ അമ്മേനെ വിളിച്ച് കുറച്ച് നേരം അമ്മേനോടൊക്കെ സംസാരിച്ച്, കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് സംസാരിച്ച്, പകേഷ് ചേട്ടനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞ് റിട്ടേൺ വണ്ടി വന്നു. റിട്ടേൺ വണ്ടി വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ 2 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ എത്താൻ. അത് കഴിഞ്ഞിട്ടൊരു നല്ല ഉറക്കമുണ്ട്. വണ്ടി കയറിയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാം, നമ്മൾ അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം നല്ലൊരു സൺസെറ്റായി. ഇവിടെ എത്തിയപ്പം 6 മണി 6:30 എങ്ങാണ്ടായി. നല്ല ലേറ്റായിട്ടാണ് എത്തിയത്, നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയിങ്ങനെ ഏതൊക്കെയോ വഴി കൂടെ തിരിച്ച് അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്.